ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാണെന്ന് കന്യാകുമാരിയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി പൊൻ രാധാകൃഷ്ണൻ. വോട്ട് ചെയ്യാനെത്തുന്നവർ വലിയ സന്തോഷത്തിലാണ്. സംസ്ഥാന സർക്കാരിനെതിരായ വിധിയെഴുത്തുകൂടിയാകും തെരഞ്ഞെടുപ്പെന്നും പൊൻ രാധാകൃഷ്ണൻ പറഞ്ഞു. For the last 3 years, they are seeing the state government. They are promising a lot and doing nothing. So people are worried about that also. They want a change. This is the first for the 2026 elections also. We will participate in the 400 seats. Sometimes it may cross 400 also. വിശദാംശങ്ങളുമായി നാഗർകോവിലിൽ നിന്ന് വി.എ. ഗിരീഷാണ് ചേരുന്നത്. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. തമിഴ്നാട്ടിലൊരു ഭരണവിരുദ്ധ വികാരമുണ്ട്, അതിനെതിരായ ഒരു പ്രതികരണമാകും തമിഴ് ജനതയുടെ വോട്ടെന്നാണോ പൊൻ രാധാകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. അത് തന്നെയാണ്. കാരണം സംസ്ഥാന സർക്കാരിന്റെ ഭരണ വിരുദ്ധ കാര്യങ്ങൾ, അതായത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവർ കഴിഞ്ഞ 3 വർഷമായി ഇത്തരം കാര്യങ്ങൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കും. ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇതിനനുസരിച്ചുള്ള തീരുമാനമാകും ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുക. ജയം ഉറപ്പാണ്. ഏതായാലും തമിഴ്നാട്ടിൽ നിന്ന് BJPക്ക് പ്രാതിനിധ്യമുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പൊൻ രാധാകൃഷ്ണൻ സൂചിപ്പിക്കുന്നത്. നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ ദേശീയ പാർട്ടികൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന തമിഴ്നാട്ടിലെ ഒരു മണ്ഡലമാണ് കന്യാകുമാരി ലോക്സഭാ മണ്ഡലം. മറ്റുള്ളിടങ്ങളിലെല്ലാം ചിത്രം വ്യത്യസ്തമാണെങ്കിൽ കന്യാകുമാരിയിൽ ദേശീയ പാർട്ടികൾ കോൺഗ്രസും BJPയും നേർക്കുനേർ പോരാടുന്ന ഒരു സാഹചര്യമാണ്. വലിയ ഒരു പ്രചാരണം ദേശീയ നേതാക്കളും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളും അടക്കമുള്ളവർ ഇവിടെ നടത്തിയിരുന്നു. ഇതിന്റെ ഒരു പ്രതിഫലനം ഇന്നത്തെ വോട്ടെടുപ്പിലും കാണാം. ആദ്യ മണിക്കൂറുകളിൽ തന്നെ കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ബൂത്തുകളിൽ നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. എല്ലാ ബൂത്തുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. 1698 പോളിംഗ് ബൂത്തുകളാണ് ഈ ഇന്നത്തെ വോട്ടെടുപ്പിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിൽ 199 പോളിംഗ് സ്റ്റേഷനുകൾ ക്രമസമാധാന പ്രശ്നമുള്ള സാധ്യതയുള്ള ബൂത്തുകളായി കണക്കാക്കിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ ഉൾപ്പെടെ CCTV ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു നിരീക്ഷണവും ശക്തമായ സുരക്ഷയുമാണ് ഇവിടെ പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, നാഗർകോവിലിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് വി.എ. ഗിരീഷാണ്.